ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പീച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പീച്ചിങ്ങ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയുമ്പം പിന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ, ഉണ്ടാക്കാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാൻ നമ്മുടെ പീച്ചിങ്ങയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടേതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുത്തി ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ പീച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുത്തം ബീച്ചിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കൊത്തി എരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സവോളയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ രണ്ടും കൊത്തി എരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ്ങയും നമ്മുടെ സവോളയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടതൊന്ന് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം മൂപ്പോട് കൂടിയതായതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഇളത്ത പീച്ചിങ്ങയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പാകമായത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് മൂടിയൊന്നും വെച്ച് ഞാൻ വേവിച്ചില്ല കേട്ടോ, തുറന്ന് വെച്ച് തന്നെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറിപ്പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ ഒന്ന് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് 2 മുട്ടയാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു വ്യത്യാസപ്പെടുത്തി ചെയ്യുമ്പോൾ നമുക്കൊരു സ്പെഷ്യലാണ്, നമുക്ക് കറി സ്പെഷ്യലാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 2 മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ എന്നൊക്കെ പറയാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തോരൻ മോഡലാണ് നമുക്ക് തോന്നണം കേട്ടോ, കറി വെച്ചതിന് ശേഷം. അപ്പോൾ അത് എന്നിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതൊന്നും കൂടി നമ്മുടെ പീച്ചിങ്ങയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് പിന്നെ ചേർക്കേണ്ടത് ചതച്ച മുളകാണ്. അപ്പോൾ ചതച്ച മുളക് 1 ടീസ്പൂൺ തന്നെ ഞാൻ ഇടുന്നുണ്ട്. അത് ആൾക്കാരുടെ എരിവിനനുസരിച്ച് കേട്ടോ ചേർക്കാം. കുറവുള്ളവർക്ക് കുറവ് ചേർക്കാം. ഇനി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് വേവിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.